വയനാട് കുടിയേറ്റത്തിൻ്റെ കാഠിന്യം കണ്ടറിഞ്ഞ വയനാടിൻ്റെ മണ്ണിൽ ആത്മീയതയുടെ വിത്തുകൾ പാകിയ ജനത. 1940കളിൽ ആരംഭിച്ച കുടിയേറ്റം 1950കളിലെത്തിയപ്പോൾ 32 കുടുംബങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാഠിന്യതയിൽ ഒരിടം കണ്ടെത്തി അവർ സ്വയം വഴിതെളിക്കുകയായിരുന്നു. ജീവവായു പോലെ തന്നെ ആത്മീയതയുടെ അംശം തങ്ങളുടെ ജീവിതത്തിലുണ്ടാകണമെന്ന് അതിയായി മോഹിച്ച പിതാമഹന്മാർ കഠിന ത്യാഗപൂർണമായ വഴിത്താരകൾ തുറന്ന് ജീവിതത്തിൽ ആത്മീയതയെ കുടിയിരുത്തി. പ്രകൃതിയുടെ ക്രൂദ്ധനോട്ടത്തിൽ ഭയചകിതരായ ഒരു ജനത സ്തബ്ധരായി നോക്കി നിന്നില്ല. വീറോടെ കാടിനോടും കാട്ടാറിനോടും പൊരുതി അതിജീവനത്തിൻ്റെ കഠിന നാളുകൾ താണ്ടി കാലത്തിൻ്റെ വക്ഷസിൽ കടപുഴകി നിലംപതിക്കുന്ന കൂടപ്പിറപ്പുകളുടെ നിലവിളികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനാപൂരിതമായ ജീവവായു പ്രസരിപ്പിച്ചു ഭൂമിയാകെ. ഇന്നിവർ സന്തോഷം തിരതല്ലുന്ന നാളുകൾ കണ്ടുണരുന്നു. പോരൂർ, വാളാട്, ആറോല, യവനാർകുളം, മുതിലേരി, വെൺമണി, ചുള്ളി, കണ്ണോട്ടുമൂല, കാട്ടിമൂല, ഈ ദേവാലയത്തിനു ചുറ്റും വിന്യസിച്ച് കിടക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഇന്ന് ഈ പേരൂർ ഇടവകയെ സമ്പുഷ്ടമാക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ആത്മീയതയുടെ ദിവ്യപ്രകാശം പരത്തി ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യസമ്പൂർണമായ ഉന്നമനത്തിന് നിദാനമായി ഈ ദേവാലയം മാറിക്കഴിഞ്ഞു. ഇതര സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ വയനാടിൻ്റെ ഹൃദയമണ്ണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രദേശം ദൈവത്തിൻ്റെ പരിപൂർണമായ സംരക്ഷണത്തിലാണ്. മണ്ണിൻ്റെ മണവും കാടിൻ്റെ രൗദ്രഭംഗിയും മലമടക്കുകളുടെ സംരക്ഷണവും ഈ പ്രദേശത്തിനെ സമ്പൽ സമൃദ്ധിയിൽ ആറാടിക്കുന്നു. ഒരു ജനതയുടെ സായുജ്യത്തിൻ്റെ നാളുകളാണിത്. സൂര്യനുദിക്കാത്ത നാടായും കാളവണ്ടി യുഗത്തിൻ്റെ നാടായും വയനാടിനെ കണ്ടറിഞ്ഞ ജനത പക്ഷേ ഇന്ന് ഉയർച്ചയുടെ പടവുകൾ കണ്ടറിഞ്ഞു. വികസനത്തിൻ്റെ വഴിത്താരകളിൽ പുതിയ കാലത്തിൻ്റെ പടവുകൾ താണ്ടുന്നു. ആത്മീയതയുടെ പച്ചപ്പുകൾ ഈ പ്രദേശമാകെ വ്യാപിച്ചു. ഇന്ന് നിറഞ്ഞ സന്തോഷാധിരേകത്താൽ ആത്മീയ നിറദീപങ്ങൾ തീർക്കുന്നു ഇവിടെ. ഈ കുരിശിൻ്റെ പ്രഭ, ഈ ദീപനാളത്തിൻ്റെ പ്രകാശം ഇവിടമാകെ പ്രസരിക്കുന്നു. ഈ ആത്മീയ നായകൻ ഈ ജനതയുടെ വഴികാട്ടിയാകുന്നു. മാർഗദീപങ്ങൾ ഒരുക്കി ഈ ക്രാന്തദർശി ഈ നാടിന് തന്നെ വെളിച്ചമേകുന്നു. ഈ ദേവാലയ തിരുമുറ്റത്തു നിന്നും ഈ ഇടയൻ്റെ ഇടയഗാനം ഒരു ഉണർത്തുപാട്ടായി ഇവിടമാകെ വഴിഞ്ഞൊഴുകുന്നു. സംഗീതത്തോളം മനസ്സിനെ തൊട്ടുണർത്തുന്ന മറ്റൊന്നുമില്ല. പുതിയൊരു ലോകത്തെയാണ് സംഗീതം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. കുഞ്ഞു സ്വരങ്ങൾ ഇവിടെ ഒന്നു ചേരുകയാണ്. Oh
ഈ ഇടവകയിലെ ഇപ്പോഴത്തെ ആധ്യാത്മിക പിതാവും വികാരിയും എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഈ ഇടവക സ്ഥാപിതമായി ഈ കാലഘട്ടം വരെ കടന്നു വന്നതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒരു നിമിഷം ചിന്ത പോവുകയാണ്. 1940കളിൽ ഈ പ്രദേശത്തേക്ക് തിരുവിതാംകൂറിൽ നിന്ന് ജനം കുടിയേറി കടന്നു വന്നു. ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആധ്യാത്മിക ഭൗതിക കാര്യങ്ങളൊക്കെ നിറവേറ്റിയിരുന്നത് മാനന്തവാടി ലത്തീൻ ഇടവകയിൽ നിന്നും തലപ്പുഴ ചുങ്കം ഇടവകയിൽ നിന്നും ആയിരുന്നു. തുടർന്ന് 1950 അന്നത്തെ കോഴിക്കോട് രൂപത മെത്രാനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അൽദ്രോ മരിയ പത്രോണി പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ പ്രഥമ ബലി അർപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി സ്ഥാപിതമായ ഷെഡിൽ ആധ്യാത്മിക പ്രവർത്തനം ആരംഭിക്കുകയാണ് പോരൂര് ചെയ്തത്. തുടർന്ന് ചുങ്കം ഇടവകയിൽ നിന്നുള്ള ലത്തീൻ ക്രമത്തിൽപ്പെട്ട അച്ഛന്മാരാണ് ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നത്. 1963 തലശ്ശേരി രൂപത സ്ഥാപിതമായ കാലഘട്ടം മുതൽ തലശ്ശേരി രൂപതയിൽ നിന്നുള്ള ആധ്യാത്മിക നേതൃത്വം ഇവിടേക്ക് കടന്നു വരികയായിരുന്നു. 1963 സ്നേഹ ബഹുമാനപ്പെട്ട ജോൺ പുത്തമ്പുരയിൽ അച്ഛൻ ഇവിടെ താമസിക്കുവാനായിട്ട് കടന്നു വരികയും ആദ്യ വികാരിയായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന് ശേഷം ബഹുമാനപ്പെട്ട കാട്ടൂർ തോമസ് അച്ഛനാണ് ഇവിടെ ദീർഘകാലം സേവനമനുഷ്ഠിച്ചത്. അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ആത്മീയ ഭൗതിക പുരോഗതി ഈ പ്രദേശത്തിന് കൈവന്നിട്ടുണ്ട്. ഇവിടെ 1954 സ്കൂൾ ആരംഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ തിരുഹൃദയ മഠം സ്ഥാപിതമാവുകയും ചെയ്തു. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിൻ്റെ ചിന്തയോട് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ ചില ജീവിതാനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇടവകയിലെ ഓരോ ഭവനത്തിലും ഭക്ഷ്യ സാധനങ്ങളുടെ ലഭ്യത സ്വയം പര്യാപ്തതയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഉത്തരവാദിത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ ഭവനത്തിലും നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമുക്ക് ഉപയോഗിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ചും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാനും അത് പരസ്പരം പങ്കുവെച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കുവാനും വിഷലിപ്തമല്ലാത്ത ശുദ്ധമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം പരിരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധാലുക്കളാണ് ഈ ഇടവകയിലെ സമൂഹം. അതോടൊപ്പം തന്നെ പ്രകൃതിയോട് ചേർന്ന് പ്രകൃതി വിഭവങ്ങളെ നമ്മൾ സംരക്ഷിക്കുകയും ഒപ്പം മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് അങ്ങനെയുള്ള പ്രകൃതിയെ നശിപ്പിക്കുന്ന സാധന സാമഗ്രികൾ വലിച്ചെറിയാതെ അവയൊക്കെ നമ്മൾ സാധ്യമാകുന്നിടത്തോളം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ടും പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട്, പ്രകൃതിയിലെ സസ്യലതാദികളെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള മാർപ്പാപ്പയുടെ വലിയൊരു തത്വം ഈ ഇടവക സമൂഹങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് ഒരു പരിധിവരെ സാധിക്കുന്നുമുണ്ട്. ഓരോ ഭവനങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ അത് അവരെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഞാൻ സാധാരണ ശ്രദ്ധിക്കാറുണ്ട്. ജനം അത് സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും പള്ളിയും പരിസരവും അതുപോലെ തന്നെ സ്കൂളും പരിസരവും അതുപോലെ ഭവനത്തിൻ്റെ പരിസരവും എല്ലാം വളരെ ശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുവാനും നമ്മൾ ഉപയോഗിക്കുന്ന പ്രകൃതിയിലെ ജലം മാലിന്യം കൂടാത്തതാണ് എന്നുള്ള ബോധ്യത്തിൽ വളർത്തിയെടുക്കുവാനുള്ള ഒരു ആധ്യാത്മിക ചിന്തകൾ ജനത്തിന് കൊടുത്തുകൊണ്ട് അവരെ വളർത്തിയെടുക്കുവാനായിട്ട് ഉള്ള ശ്രദ്ധയിലും തീവ്രമായ പരിശ്രമത്തിലും മുന്നേറുകയും ചെയ്യുകയാണ്. മാർത്തോമായിൽ നിന്നും ക്രിസ്തു വിശ്വാസം ഏറ്റുവാങ്ങിയ ക്രൈസ്തവൻ്റെ പാരമ്പര്യ കലാസംസ്കാരങ്ങളിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ് മാർഗംകളി. ചേലോടെ ഞുറിഞ്ഞുടുത്ത വെള്ളമുണ്ടും ചട്ടയും ഒരേ താളത്തിൽ മേൽക്കുമേൽ വരുന്ന മുദ്രകളുമാണ് മാർഗംകളിയുടെ ചാരുത. ഈ പൈതൃക കലാരൂപവുമായി വേദി. മേനിയും തീതേ
രക്ഷയെല്ലാം ഭൂമിമേൽ തീരെ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തീരെ അഴിവു കാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തിതയഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ തിതൈമലമേൽ നിന്നും വേദ്യനമ്പു ചാർത്തി മാറി എന്നപ്പോൾ തിതൈമയിൽ മേലേറി നിന്ന നീല കാണ വേണം പന്തലിൽ തിതൈ പട്ടുടൻ പണി പുടവ പവിഴമുത്തുമാലയും തിതൈ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തിതൈ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തിതൈ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരേ താകൃതേ തിത്താതി മൃതത്തെ. അരുൾ ചെയ്തിതാചാരമേ എങ്ങു നിന്നേന്നു ഒതിത്തെ അതെന്തുമതേന്തെന്നുമോ മുതലേതേന്തു ഒതിത്തെ അതേ നീഹ കാരണമേ എങ്ങനെയേന്നു ഒതിത്തെ അതു പുഴുതായവര അറിയിച്ചപ്പോൾ ഒതിത്തെ വിധമിത് നീ അറിക അരജൻ ചോഴൻ ഒതിത്തെ വിധി വിഷയം പ്രീതി ആ അടിയ വന്നു ഒതിത്തെ വിരവിലോരാചാരിന നല്ലോനെ കാൺമ ഒതിത്തെ വിനയരു മാറ്റു പണികൾക്കെന്ന ഒതിത്തെ ഇടമതിൽ നിന്നരന നഴിക മുൻപേ ഒതിത്തെ ഇടമതിൽ നിന്നൊരു തച്ച താകൃതിത്തേതകതിത്തേതകതീയത്തേ. ഇവണ്ണം കേട്ടു കീടയവരെ ഇവരെ കൊണ്ടുവണ്ണം വേണമെന്ന് ഇണ്ടൽ പേരു തുവി ലിച്ചു ചോഴൻ തമ്പിയെ തമ്പിവ അണയാ തിന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലലായി രാജനി വണ്ണം ചൊന്നാൽ എന്നോടെ തമ്പി നീ കേൾക്ക വേണം തരമിപ്പോൾ നമ്മുടെ വചകാലം പെട്ടപ്പോൾ പെട്ടിട്ടില്ലാർക്കും മുമ്പേ നടുവാഴുന്ന തൃപ്പന്മാർക്കാർക്കും നടക്കേടിതുപോലെ വന്നിട്ടില്ല അൽപോടെ മൂന്നിനു ബിംബം പോലെ തവോളം തരമുണ്ടേ ചെതു ചൊൽവാൻ അതുപോലും രാജാക്കൾ വാഴും കോയിൽ എന്തെല്ലാം നന്നായി കണ്ടോരാത്മം തിത്തി തീത്തി മണിക്ക് കല്ലായ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു മറ്റാറ്റുള്ള നിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവറുന്നു ലോകവീതി നിലെ മാർഗ വിറയേറ്റ മുതിരുന്നു ലൗകികങ്ങൾ നിലെ നീളെ ചൊല്ലി പലരും ചേരുന്നു കണ്ടില്ലെന്നും ചൊല്ലുന്നവരെ കണ്ടാൽ അധികം ചേരുന്നു കണ്ടുകൊണ്ടും ചൊല്ലാനിഷ്ടന്മാരോടൊക്കെ ചേരുന്നു അക്കാലത്ത് മാത്തോമാരൻ ദൈവാകൃത്യ ഒരു നാളിൽ ആ വഴിക്ക് പോകാനായി ചെന്നു കണ്ടവരൊരു നേരം കന്നിമാരിടയിലൊക്കെ കൂടി ചേർന്നവരൊരു പോലെ കരിരുളിലായ മഞ്ചം തെളിവായി ചൊല്ലുന്നു ഇന്ന നേരം മാത്തോമാരും കോപിച്ചവരോട് ചൊല്ലുന്നു ഇന്ന നേരം മാത്തോമാരും ചൊല്ലി മനസ്സില്ലെന്ന് എന്നതിനെ കുമ്പിടുകൾ വീണഴിക നാമെല്ലാം കുമ്പിടുക ഇല്ല ഞാനും കാളിയാറിയൊരു നാളും ദിനമേനിയുള്ളവരും തീയോടേറ്റം തീണ്ടാതെ സിമ കൂടാതൊരു കൂട്ട് മോർത്തു കേട്ടു കോപിച്ചു
മനഗുണമുടയവൻ അരുളാൽ വാനവർ മഹിമയോടെത്തിയ നഞ്ഞുടനെ ഇതിനെത്തി മറുതല്ല നിറികൊടും അതിനൊരു തീരതിൽ മംഗളമായവർ പുകയിച്ച് ഇതെത്തി കൈകൊണ്ടവൻ ഒരു ഞൊടിയളവാൻ ചെന്നറിയിച്ചവർ ചിന്നമലക്ക് ഇതെത്തി കരുണയോടെ ഇതുവഴി ചൊൽവതിനഴകാൻ അങ്ങുമിങ്ങുമന സിതു പരിചയതെത്തി നലമുടു പലവ കിന്നര മഴകാൽ നന്ദിനിയും കുഴപ്പലതരമേ നന്മവരും വക പലമൊഴിയും നന്നായി മൾക്കൽ പുലമ്പീതേ ഉടുമ്പിൽ നിന്നുയരട്ടാകാശേ ഉയരുവാനിരിപ്പിടം പുകയിച്ച് ഇതെത്തി വച്ച് ധനമിത് മക്കളും മനതിന് അരുള വഴിക്കു നടപ്പവരെ മൻവിനെ എഴിയ പെരിയവനൽ ഒരു നിറമുട തേടി പുലരാമേ പൊരൂർ ഇടവകയിലെ മതബോധന രംഗം 6 പതിറ്റാണ്ട് പിന്നിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭിമാനാർഹമായ ഒത്തിരി നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ പൊരൂർ ഇടവകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാനന്തവാടി രൂപതയിലെ തന്നെ ഏറ്റവും നല്ല സൺഡേ സ്കൂളുകളൊന്നായി പല വർഷങ്ങളിലും പൊരൂർ സൺഡേ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ 10, 11, 12 ക്ലാസ്സുകളിൽ 100% വിജയം കരസ്ഥമാക്കുവാൻ പൊരൂർ സൺഡേ സ്കൂളിന് കഴിഞ്ഞു എന്നത് അഭിമാനാർഹമായ നേട്ടമാണ്. വിശ്വാസ പരിശീലന രംഗത്ത് ഒട്ടനവധി നൂതനമായ കാര്യങ്ങൾ ചെയ്യുവാൻ പൊരൂർ ഇടവക സൺഡേ സ്കൂൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകർ ശ്രദ്ധിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ 20 അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഏകദേശം 400ഓളം കുട്ടികൾ വിശ്വാസ പരിശീലനം നേടുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 9:00 ആരംഭിക്കുന്ന വിശ്വാസ പരിശീലനം ഉച്ചയ്ക്ക് 1 മണിക്കാണ് അവസാനിക്കുക. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാനും ആധ്യാത്മിക രംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കുവാനും പൊരൂർ സൺഡേ സ്കൂളിലെ അധ്യാപകർ വളരെയധികം ബദ്ധശ്രദ്ധരാണ്. കുട്ടികൾക്ക് ആധ്യാത്മിക രംഗത്ത് പരിശീലനം നൽകുന്നതിന് വേണ്ടി എല്ലാ വർഷവും ക്രിസ്ത്യൻ ധ്യാനവും അതിൻ്റെ ഫോളോ അപ്പുകളും ചെയ്യാറുണ്ട്. 3 മാസത്തിലൊരിക്കൽ കുട്ടികൾക്ക് പൊതുകുമ്പസാരവും ദിവ്യകാരുണ്യ സ്വീകരണവും നൽകുന്നുണ്ട്. അതുകൂടാതെ മാസത്തിലൊരിക്കൽ അധ്യാപകർക്കും കുട്ടികൾക്കും ദിവ്യകാരുണ്യ ആരാധന സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഒരു കുടുംബത്തെ ദത്തെടുത്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ കുട്ടികളുടെ പഠനവും അതുപോലെ അവരുടെ എല്ലാ ഭൗതികമായ കാര്യങ്ങളും പൊരൂർ സൺഡേ സ്കൂളിൽ കുട്ടികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊരൂർ സൺഡേ സ്കൂളിൽ ഒരു ജീവകാരുണ്യ നിധിയുണ്ട്. എല്ലാ ആഴ്ചയും കുട്ടികൾ 1 അതിലധികമോ രൂപ ആ നിധിയിൽ സംഭാവന ചെയ്യുകയും ആ തുക കൊണ്ട് വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും പാവപ്പെട്ട രോഗികളെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിൽ തന്നെയുള്ള സ്നേഹാലയം ഓരോ ക്ലാസ് വൈസിലും കുട്ടികൾ സന്ദർശിക്കുകയും അവിടെയുള്ള അമ്മമാർക്ക് വേണ്ടി കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഒട്ടനവധി പരിശീലന കാര്യങ്ങൾ സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. വിവിധ ക്യാമ്പുകളിലും സെമിനാറുകളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും നമ്മുടെ ഇടവകയിൽ വെച്ച് തന്നെ ഒത്തിരി ക്യാമ്പുകളും സെമിനാറുകളും കുട്ടികൾക്ക് വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്.